ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ ഞങ്ങളുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോട് കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുന്നു. എന്റെ കർത്താവിനെ സ്ഥിരമായ വിഷയങ്ങൾ ഏൽപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവനെ പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി നിറഞ്ഞ ആരാധനയും സമർപ്പിക്കുവാനും കിടപ്പിലാവുന്നു. സ്വർഗ്ഗത്തിലെ നാഥ എന്നേക്കും നമുക്ക് സ്വരമേർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശ്വര നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. സമൃദ്ധനായ വസിക്കുന്ന ബലവാനും അമർത്യനുമായ കർത്താവൻ, കാരണപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ ശുദ്ധാത്മാവുമായ സർവേശ്വരായ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഈജിപ്തിൽ വെച്ച ദൈവം മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിൽപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽപുത്രന്മാരെ എല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാവുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയുവാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം ഓങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം
ഭൂമിരണം ചൊരിയട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ പരിപൂർത്തി വണങ്ങിയിടാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇതിന് പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നത്. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പിതാവിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നായകൻ സിബി, ഷൈജി, പ്രിയദാസ്, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇന്ന് സന്തോഷത്തോടുകൂടി സിബിയും ഷൈജിയുമെല്ലാം പൂർത്തിയാക്കിയ പുതിയ വീടിൻ്റെ പ്രതിഷ്ഠയിൽ അല്ലെങ്കിൽ ദൈവത്തിനായി സമർപ്പിക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെത്തിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സിബിയെയും ഷൈജിയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു വീട് സ്വന്തമായിട്ടുണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് സ്വന്തമായിട്ട് അവനവൻ്റെ തന്നെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ പ്രത്യേകത ഉള്ളതാണ്. അങ്ങനെയുള്ളൊരു സന്തോഷത്തിലാണ് സിബിയും ഷൈജിയുമെല്ലാം. ഇന്ന് നമ്മളിവിടെ വായിച്ചതായിട്ടുള്ള സുവിശേഷം സക്കേവൂസിൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് ചെല്ലുന്നതാണ്. ആ അവസരത്തിന് അവരുടേതായിട്ടുള്ള വലിയ ഒരു പരിവർത്തനത്തെ പറ്റി നാം മനസ്സിലാക്കുന്നു. കർത്താവ് ആ ഭവനത്തെ നോക്കി പറഞ്ഞത്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ ഈ വീട് ആശീർവദിച്ച് ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന യുവജനങ്ങൾ ഇന്നലെയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ താമസിക്കുന്നവരെല്ലാം രക്ഷയുടെ മാർഗത്തിലൂടെ ജീവിക്കുവാനായിട്ട് അവിടുത്തെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഈ ഭവനത്തോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഭവനം ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ പ്രത്യേകമായിട്ട് ഓർക്കുവാനും നമുക്ക് സ്തുതിക്കുവാനും നമുക്ക് നന്ദി പറയുവാനും അതോടൊപ്പം തന്നെ ഒരു സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് എന്നുള്ള ആ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കുവാനും ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാനും ഒക്കെയുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവത്തെ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അവിടെ പറഞ്ഞിട്ടുള്ള ഒന്നിൻ്റെ കാര്യങ്ങളുണ്ട്. സക്കേവൂസിനെ പോലെ നമ്മുടെ ഭവനങ്ങളെല്ലാം സക്കേവൂസിനെ പോലെ തന്നെയായിരിക്കും നമ്മളായിരുന്നില്ല. അവിടെ സക്കേവൂസ് ചുമക്കാരനും ധനികനും അതേസമയത്ത് കുറേ അനീതികളൊക്കെ പ്രവർത്തിക്കുന്നവരുമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അനീതികൾക്കൊന്നും നമ്മൾ കൂട്ടു നിൽക്കുന്നില്ലെങ്കിൽ പോലും നമ്മളെല്ലാം ബലഹീനരാണ്, ദുർബലരാണ്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണമെന്നുള്ളതാണ്, പങ്കുവയ്ക്കണം. സാമ്പത്തികമായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ, മറ്റുള്ളവർക്കൊപ്പം പങ്കുവയ്ക്കുവാനുള്ള വലിയ ഒരു ഹൃദയത്തിൻ്റെ വിശാലത നമുക്കുണ്ടാകണമെന്ന് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വഴിയായിട്ട് മറ്റുള്ളവരെയും കൂടെ സംരക്ഷിക്കുവാനും മറ്റുള്ളവർക്കൊക്കെ അഭയം നൽകുവാനുള്ള ഒരു
ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ ഭവനം അങ്ങനെ എല്ലാവർക്കും അഭയം നൽകുന്ന, എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭവനമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് സിബിയെ വലിയ പരിചയമില്ല, പക്ഷേ ഷൈബിയെ വളരെ പരിചയമാണ്. കാരണം ചെമ്മേരി ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുകയും ജോലികൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും വളരെ മാതൃകാപരമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഷൈബി തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വലിയ അലങ്കാരമായിരിക്കും. എല്ലാവരെയും സ്വീകരിക്കാനും അതുപോലെ എല്ലാവരുമായിട്ട് സൗഹൃദം പുലർത്തുവാനും വരുന്നവരെയൊക്കെ സന്തോഷിപ്പിക്കുവാനും ഒക്കെയുള്ള പ്രത്യേകമായുള്ള സിദ്ധികളും കഴിവുകളും ഒക്കെ ലഭിക്കുന്ന വ്യക്തിയാണ് ഷൈബി എന്ന് പറയുന്നത്. സിദ്ധിയോ എല്ലാമുള്ളത് തന്നെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ കുടുംബത്തിന് എല്ലാവിധ നന്മകളും ഭാവങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. ഈ കുടുംബം ദൈവത്തിൻ്റെ സ്വന്തം ഭവനമാകുകയും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ വരുവാനും ആതിഥ്യം സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു നല്ല ഭവനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൃത്യത്തോടും നിന്ന് കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തു ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാനും അങ്ങയുടെ പുതിയ കൽപ്പന അനുസരിച്ച് ഉപയോഗയോട് ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാനും തിരുകുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാനും ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാർത്ഥിക്കുവാനും ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങളിൽ രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ ഭവനത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. തിരുകുമാരന്റെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവമേ, തിരുകുടുംബത്തിന്റെ ഈ രൂപം ആശീർവദിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപം ഞങ്ങളുടെ ആവശ്യയുടെ ഓർമ്മ ഞങ്ങൾ എന്നും നിലനിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി രൂപത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിസ്ഥിതിയായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ കുടുംബത്തെ കർത്താവിന്റെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. ചൊല്ലാം: ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ എത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന് വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന് വിമല ഹൃദയമേ, വിശുദ്ധ യൂസേപ്പേ, വിശുദ്ധ മർഗ്ഗരീത്ത മറിയമേ, ദൈവമേ നിൻഗേഹമെത്രമോഹനം, നിൻഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻഗേഹമെത്രമോഹനം,
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായെ കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽക്കൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽക്കൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. അഖില ലോകനായകന്റെ പാദപീഠം, തിരുവരങ്ങളൂറി നിൽക്കും ദിവ്യഗേഹം, നിത്യജീവനേകിടുന്ന പുണ്യതീർത്ഥം, വാനദൂതർ പാടിടും മനോജ്ഞഗേഹം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. ആരുമാരും കേൾക്കാത്ത നവ്യഗാനം, ആരുമാരും കാണാത്ത ദിവ്യ സ്വപ്നം, മാരിവില്ലിൻ നിറം ചേർന്ന ചക്രവാളം, താരമാല ചാർത്തിടുന്ന വാനമേഘം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം.